IPL എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്നത് ഗ്ലാമറും ആവേശവും വെടിക്കെട്ട് പ്രകടനങ്ങളുമാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ ഈ മൈതാനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് നിശ്ചയദാർഢ്യത്തിൻ്റെ വലിയ പാഠങ്ങളുമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ യുവതാരത്തെക്കുറിച്ചാണ്. മുകേഷ് ചൗധരി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച ദിവസങ്ങൾക്കുള്ളിൽ പ്രിയപ്പെട്ട അമ്മയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ അദ്ദേഹം മൈതാനത്ത് തിരിച്ചെത്തിയിരിക്കുന്നു. ക്രിക്കറ്റിനോടും തൻ്റെ ടീമിനോടുമുള്ള ആ കടമയെ ലോകം മുഴുവൻ ഇന്ന് എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യുകയാണ്. IPL 2026 മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള ആവേശം നിറഞ്ഞ പോരാട്ടം നടക്കുമ്പോൾ ചെന്നൈ താരങ്ങൾ കയ്യിൽ കറുത്ത ബാഡ്ജ് ധരിച്ചാണ് ഇറങ്ങിയത്. അത് മുകേഷ് ചൗധരിയുടെ അമ്മ പ്രേമദേവിയോടുള്ള ആദര സൂചകമായിട്ടായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഹൈദരാബാദിനെതിരെയുള്ള ഒരു മത്സരത്തിന് ശേഷമാണ് തൻ്റെ അമ്മയുടെ മരണവാർത്ത മുകേഷ് അറിയുന്നത്. ഉടൻ തന്നെ അദ്ദേഹം രാജസ്ഥാനിലെ തൻ്റെ ജന്മനാടായ ഭിൽവാരയിലേക്ക് തിരിച്ചു. അവിടെ തൻ്റെ അമ്മയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി. ഏതൊരു മനുഷ്യനെയും തളർത്തുന്ന ആ വലിയ നഷ്ടം സംഭവിച്ചിട്ടും വെറും 3-4 ദിവസങ്ങൾക്ക് ഉള്ളിൽ അദ്ദേഹം CSK ക്യാമ്പിൽ തിരിച്ചെത്തി. ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ഫ്രാഞ്ചൈസിയിൽ കേവലം ഒരു ക്രിക്കറ്റ് ടീമല്ല, മറിച്ചൊരു കുടുംബമാണെന്ന് അവർ വീണ്ടും തെളിയിച്ചു. ഈ മത്സരം മുകേഷിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന കുറിപ്പോടെയാണ് ടീം മൈതാനത്തിറങ്ങിയത്. ഓരോ താരവും ആ കറുത്ത ബാഡ്ജ് അണിഞ്ഞപ്പോൾ അത് മുകേഷ് എന്ന സഹതാരത്തിന് നൽകിയ വലിയൊരു ധൈര്യമായിരുന്നു. മുകേഷ് തിരിച്ചു വന്നത് വെറുതെ ടീമിനൊപ്പം ഇരിക്കാനല്ല, മറിച്ച് കളിക്കാനാണ്. വ്യക്തിപരമായ ദുഃഖങ്ങൾ മാറ്റിവെച്ച് ടീമിനായി പന്തെറിയാൻ അദ്ദേഹം തയ്യാറായി. ഈ മനക്കരുത്തിനാണ് ലോകം ഗ്രിറ്റ് ആൻഡ് റിസോൾവ് എന്ന് വിളിക്കുന്നത്. സച്ചിൻ ടെണ്ടുൽക്കറും വിരാട് കോഹ്ലിയും മുൻപ് സമാനമായ സാഹചര്യങ്ങൾ ഇന്ത്യയ്ക്ക് കളിക്കാൻ ഇറങ്ങിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ നിരയിലേക്ക് മുകേഷ് ചൗധരി എന്ന പേരും ഇപ്പോൾ എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ആരാണ് മുകേഷ് ചൗധരി? 2022 അദ്ദേഹം CSKയിലൂടെ IPL അരങ്ങേറ്റം കുറിക്കുന്നത്. ആദ്യ സീസണിൽ തന്നെ 16 വിക്കറ്റുകൾ വീഴ്ത്തി അദ്ദേഹം എല്ലാവരെയും ഞെട്ടിച്ചു. സ്വിംഗ് ബോളിങ്ങിലൂടെ പുതിയ പന്തിൽ വിക്കറ്റുകൾ എടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് എടുത്തു പറയേണ്ടതാണ്. ഈ സീസണിൽ കളിച്ച മത്സരത്തിൽ ട്രാവിസ് ഹെഡ്, ഇഷാൻ കിഷൻ തുടങ്ങിയ വമ്പന്മാരെ പുറത്താക്കി അദ്ദേഹം തൻ്റെ ഫോം തെളിയിച്ചതാണ്. പരിക്ക് മൂലം കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് നഷ്ടമായെങ്കിലും ശക്തമായ തിരിച്ചുവരവാണ് അദ്ദേഹം നടത്തിയത്. എന്നാൽ ആ തിരിച്ചുവരവിനിടയിലാണ് വിധി അദ്ദേഹത്തെ പരീക്ഷിച്ചത്. എന്നിട്ടും പതറാതെ അദ്ദേഹം കടമ നിർവഹിക്കുന്നു. ചിന്തിച്ചു നോക്കൂ, മാതാപിതാക്കളുടെ നഷ്ടം ആർക്കും പെട്ടെന്ന് മറികടക്കാൻ ആവുന്നതല്ല. ആ സങ്കടത്തിന് നടുവിൽ നിൽക്കുമ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ കളിക്കാനിറങ്ങുക എന്നത് ചില്ലറ കാര്യമല്ല. ധോണിയും ഋതുരാജ് കെയ്ക്വാദും അടങ്ങുന്ന മാനേജ്മെൻറ്റ് മുകേഷ് നൽകിയ ആത്മവിശ്വാസവും ചെറുതല്ല. മുംബൈക്കെതിരെ മത്സരത്തിൽ അദ്ദേഹം പന്തെറിയാൻ ഓടിയെത്തിയപ്പോൾ അതൊരു കേവലം മത്സരം മാത്രമായിരുന്നില്ല, മറിച്ച് തൻ്റെ അമ്മയ്ക്കുള്ള ഒരു മകൻ്റെ പ്രണാമം കൂടിയായിരുന്നു. ആ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. 4 ഓവറിൽ 30 റൺസ് മാത്രം നൽകി ഒരു വിക്കറ്റും അദ്ദേഹം നേടി. കളിയിൽ ജയവും തോൽവിയും സ്വാഭാവികമാണ്. എന്നാൽ മുകേഷ് ചൗധരിയെ പോലെയുള്ള താരങ്ങൾ കാണിക്കുന്ന ഈ പോരാട്ട വീര്യം കളികൾക്കപ്പുറം വലിയൊരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകാനുള്ള കരുത്ത്. മുകേഷിൻ്റെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം. ആ കരുത്തിന് മുന്നിൽ നമുക്കും ആദരമർപ്പിക്കാം.